എന്താ ഇങ്ങനെ? അപ്പൊ എങ്ങനെയാ ഞാൻ പറഞ്ഞേക്കെ മനസ്സിലായേ? ചേട്ടൻ പറഞ്ഞ ചേട്ടൻ അങ്ങ് ചെയ്താ മതി. കല്ലു ഞാൻ ചില പഠിക്കില്ല. ഒരു ഐസ്ക്രീം മേടിച്ചെന്ന തിന്നു. അങ്ങനെയാണെങ്കിൽ മാമ പറയുമ്പോൾ ചെയ്യണം. പക്ഷെ ഞാൻ അച്ഛനെ പഠിക്കില്ല. നമ്മൾ അച്ഛനെ പറ്റിക്കല്ല, നമ്മള് ഒരു തമാശക്ക് ഒരു കളി കളിക്കുകയാണ്. എന്ത് കളി? ഒരു വോയിസ് ട്രാപ്പിംഗ്. എന്നുവെച്ചാ ഒന്നും പറഞ്ഞ നിനക്കൊന്നും മനസ്സിലാവത്തൊന്നുമില്ല. ഞാൻ പറയണല്ലോ അങ്ങ് ചെയ്താൽ മതി. മകളെ, ഇപ്പൊ നീ നിന്റെ അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ലുക, അല്ലെങ്കിൽ അടുത്തോട്ട് ചെല്ലുക, ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പോ എവിടുന്നേലും ഒക്കെ നമ്മുടെ ലച്ചി ചേച്ചിയുടെ സൗണ്ട് കേൾക്കും. നിങ്ങൾ അത് കേൾക്കാത്ത പോലെ അങ്ങ് ഇരുന്നാ മതി. എവിടുന്ന് കേൾക്കും? അതൊക്കെ ഞാൻ കേൾപ്പിച്ചോളാം. നിങ്ങൾ പക്ഷെ അത് കേൾക്കരുത്, മൈൻഡ് പോലും ചെയ്യരുത്, കേട്ടല്ലേ? ഓക്കെ അല്ലേ? ഇല്ല മേടിച്ചാലേ വലിയത് മേടിച്ചാലേ. സിലോപ്പിയുടെ അത്ര ഉള്ളൂ മേടിച്ചുതരാം. ചെല്ലണം, ആപ്പാടെ ഒരു സിലോപ്പിയുടെ അത്ര ഉള്ളു. സിലോപ്പിയുടെ അത്ര ഉള്ള ഐസ്ക്രീം വേണം പോലെ ഒക്കെ പൊളിക്കായിരുന്നു ആദ്യം. ഫോൺ പോലും നോക്കുന്നില്ല, റൂട്ടിക്ക് പോലും വീഴുന്നില്ല. അളിയാണോ? ഒന്നുമില്ലടാ, ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടന്നു പോയതാ. ഇങ്ങനെ ചുമ്മാ കിടന്നാലേ സൂക്കേട് വരും. സൂക്കേട് വരുന്നോ? എന്നാര് പറഞ്ഞു? അമ്മ പറഞ്ഞോ? അളിയാ ഫ്രീ ആണെങ്കിൽ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരുമോ? അയ്യോ പാറൂസേടാ, നല്ല ടയർഡാടാ, ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ പ്ലീസ്. വേണ്ട അളിയാ, സിദ്ധുവേ, എന്താ അളിയാ, എന്താ ലച്ചൂസേന്ന് ചോദിച്ചേ? അതിന് ചേച്ചിയോടെ ഇല്ലല്ലോ. ഞാൻ അങ്ങനെ വിളിച്ചാ? ഞാൻ എന്താ കല്ലൂസേന്നല്ലേ വിളിച്ചേ? അല്ല, അച്ഛൻ എന്താ ലച്ചൂസേന്നാ വിളിച്ചേ. സിദ്ധു, ഇപ്പൊ കേട്ടില്ലേ? എന്തോന്ന്? ലച്ചു ചേച്ചിയുടെ ശബ്ദം കേട്ടില്ല? എപ്പോ ലച്ചേച്ചി ശബ്ദം ഉണ്ടാക്കി? പിന്നെന്താ ഇപ്പൊ തിരിഞ്ഞു നോക്കി? അതാരെങ്കിലും വരുന്നുണ്ടോ നോക്കിയതാ. സൗണ്ടൊന്നും കേട്ടില്ല? ഇല്ല. കല്ലൂസ് നീ കേട്ടില്ലേടി? കേട്ടില്ല? ഉറപ്പാ? അളിയാ, അളിയന് തോന്നിയതായിരിക്കും. കുറച്ചു നേരമായിട്ട് തോന്നുന്നുണ്ട്. മിസ് ചെയ്യുന്നുണ്ടാവല്ലേ? അളിയന് ചേച്ചി മിസ് ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ കേട്ടില്ലല്ലോ. നിനക്ക് നിന്റെ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടാവത്തില്ല. സിദ്ധു, ഇത് ഞാൻ കേട്ടോ. ലച്ചു, ലച്ചൂസേ, ലച്ചു, അളിയാ, അളിയനെന്താ വയ്യേ? ലച്ചൂസേ, എവിടാട്ടി വിളിച്ചിരിക്കണേ? ലച്ചു, അച്ഛമ്മ ഇവിടെ ഇല്ല. ഞാൻ ശബ്ദം കേട്ടാണല്ലോ. ഞങ്ങള് കേട്ടില്ലല്ലോ. ഞാൻ കേട്ടല്ലോ. ഞങ്ങള് കേട്ടില്ലല്ലോ. ഞാൻ കേട്ടെന്ന്. അളിയൻ തോന്നിയതേ. ആന്റി, ലച്ചൂസ് കിച്ചണിലുണ്ടോ? லெச்சூசி கிச்சன்லயா? அவ கோவையில தானே இருக்கா. അല്ല, ഞാൻ ശബ്ദം കേട്ടു ആന്റി. சத்தம் கேட்டியா? அப்படின்னா நீ அவளை ரொம்ப மிஸ் பண்ற. അളിയൻ മാത്രമേ കേട്ടുള്ളൂ, ഞങ്ങള് കേട്ടില്ല. എന്താളിയാ? അളിയൻ ലച്ചേച്ചിയുടെ ശബ്ദം കേട്ടു. പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന പതനിപ്പനം. പതനിസനോ തെബിനിസനോട്? പതനി. ഓ പതനി പതനി പതനി. சித்து, நம்மளுக்கு ஒருத்தர்கிட்ட ரொம்ப பாசம் இருந்ததுன்னா அவங்க இங்க இல்லைனாலும் அவங்க உள்ள மாதிரியும் அவங்க சத்தம் கேட்கிற மாதிரி எல்லாம் நம்மளுக்கு தோணும். அதுதான் லவ், காதல். അച്ഛൻ അമ്മ അടുത്ത് ലവാ?
ആഹാ കല്ലൂസിന് അമ്മയടുത്ത് ലവ് ഇല്ലേ? ഉം. അയ്യോ അളിയാ അളിയാ ഫാറൂസേ സത്യം പറ, ഏ? നിങ്ങൾ കേട്ടില്ലേ? ഇല്ല, എന്തിനാണ് അളിയന് വയ്യ ശരിക്കും? ഞാൻ അറിയത്തില്ല ചോദിക്കാണ്. എന്താന്ന് അറിയത്തില്ല, ഭയങ്കരായിട്ടേ. സിദ്ധുവേ എന്തല്ലയാ ചേച്ചിയുടെ സൗണ്ട് കേട്ടാണ്. ഏയ് ഞാൻ ചുമ്മാ വന്നത്. ഓ ഓ ഓ ഓ. നമ്മളോടാ കളി. ചേട്ടാ പൊളി വൈബ്, നല്ല രസമുണ്ട്. ആരുടെ ഐഡിയ? എന്റെ അല്ലേ? എന്നെ പൊളിക്കായിരിക്കൂ. പാവ എന്റെ അച്ഛൻ. ഇതൊക്കെ ചുമ്മാ ഫണ്ണല്ലേ? ഫണ്ണാണോ? ഓ എന്നാ കുഴപ്പമില്ല. ചേട്ടാ ഓ, ഇനി അടുത്ത പ്ലാൻ എന്തുവാ? അടുത്ത പ്ലാൻ വളരെ സിമ്പിൾ ആണ്. ഉം. ഇപ്പൊ നോക്കിക്കോണം, അളിയൻ വെടിയുണ്ട വിട്ട പോലെ റൂമിനകത്തുനിന്ന് പുറത്തോട്ട് പോകുന്നതാണ്. അതെന്തിനി? അതാണ് അതിന്റെ ഒരു സൈക്കോളജി. അതായത് അളിയൻ വീട്ടിനകത്ത് ഇരിക്കുമ്പോ ലച്ചേച്ചിയുടെ സൗണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ മുഴങ്ങി കേൾക്കുന്നതായിട്ട് തോന്നും. അതേ സ്ഥാനത്ത് പുറത്തു പോയി കഴിഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടുമെന്ന് വിചാരിച്ച് അളിയൻ പുറത്തോട്ട് ഇറങ്ങി പോവും. സംശയമുണ്ടോ? നോക്കി നോക്കൂ. ഡാ, അളിയാ ഞാനേ ഒന്ന് നടന്നിട്ട് വരാവേ. ഓ ഓക്കെ. ഓ ബൈ. എപ്പടി ചേട്ടനൊരു സംഭവം തന്നെ. ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നമ്മള് പുറകേ പോയി കളിപ്പിക്കണം. അച്ഛനറിഞ്ഞ ഇടി കിട്ടും. ഓ പിന്നെ എന്റെ അച്ഛൻ മാത്രമേ ഇടിക്കുള്ളൂ, നമ്മളും ഇടിക്കും. എന്റെ അച്ഛൻ ജാക്കി ജാൻ, കൊച്ചിൻ ജാക്കി ജാൻ, അച്ഛനും ജാക്കി. ഒരു പ്രശ്നമില്ല. സിമ്പിൾ സിമ്പിൾ ഫണ്ണ് കേട്ടോ. ഫണ്ണ് 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 പോട്ടെ. ഞാനും വേണോ? എവിടെ? ഞാനും വേണോ? വേണ്ട, നീ വരണ്ട. പാറു നീ വാ. ഓക്കെ. കല്ലിന് വേറെ പ്ലാൻ ഉണ്ടാവണ്ടാണേ കേട്ടാ, ഇല്ലെങ്കിൽ പ്ലാൻ പൊളിക്കോളൂ. പാവ എന്റെ അച്ഛൻ. അല്ലെ പിന്നെ നീ കൂടെ വാ.